നമസ്കാരം. മേയർ KSRTC ഡ്രൈവർ വിവാദം ഇപ്പോൾ ഒരു പുതിയ തലത്തിലാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയാം. അതായത് KSRTC ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് തന്നെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ബസ് വളരെ വിശദമായി പരിശോധിച്ചു എങ്കിൽ കൂടിയും കാർഡ് കണ്ടെത്താനായില്ല എന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതോടെ മേയറെ അധിക്ഷേപിച്ച കേസിലെ ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബസ്സിൽ ആകെ ഉണ്ടായിരുന്ന 3 നിരീക്ഷണ ക്യാമറകളാണ്. ഇതിലെ ദൃശ്യങ്ങൾ മേയർ ആര്യ രാജേന്ദ്രന് നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന പേരിൽ നിർണായകവുമാണ്. മേയർ പറഞ്ഞത് ശരിയാണ് എന്ന് ഈ ദൃശ്യം വഴി വ്യക്തമാവുക കൂടി ചെയ്താൽ ഡ്രൈവറുടെ കാര്യം മാത്രമല്ല, അയാൾക്ക് വേണ്ടി വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷ സംഘടനകളും കൂടിയാണ് വെട്ടിലാകുന്നത് എന്ന് പറയേണ്ടി വരും. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് ആരാണ് എന്നത് കണ്ടെത്തേണ്ടത് ഇപ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഡ്രൈവർ യദുവിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നത്. തെളിവ് നശിപ്പിച്ചതിന് പ്രത്യേക കേസ് തന്നെ ഇത് സംബന്ധിച്ച് പോലീസിന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തമ്പാനൂർ പോലീസ് അത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മെയ് 1-ന്, അതായത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് പോലീസ് സംഘം ബസ് പരിശോധിക്കുന്നത്. ക്യാമറയുടെ DVR ലഭിച്ചുവെങ്കിലും അതിൽ പക്ഷേ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണ് വിവാദത്തിൽപ്പെട്ട ഈ KSRTC ബസ്. അപ്പോൾ ഈ KSRTC ബസ്സിൽ നിന്നും ഇതെങ്ങനെയാണ് പുറത്തുപോയത്? ഈ ബസ്സിന് മുന്നിലും പിന്നിലും മാത്രമല്ല ഉള്ളിലും ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ക്യാമറകളുടെ ക്രമീകരണമാണ് ഇതിനകത്തുള്ളത്. ഡ്രൈവറുടെ ക്യാബിൽ നടന്ന സംഭവങ്ങൾക്ക് മാത്രമല്ല, ബസ്സിലെ യാത്രക്കാർ അവരെ ആരാണ് ഇറക്കി വിട്ടുന്നത് എന്നതിനടക്കം നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അത് അങ്ങനെയാണ് കരുതപ്പെടുന്നത്. യദു ഓടിച്ച KSRTC ബസ് വന്ന റൂട്ടിൽ നടന്നത് എന്താണ് എന്ന് കൂടുതൽ വ്യക്തമാക്കപ്പെടാനും ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ പോലീസിനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ദുരൂഹ സാഹചര്യത്തിൽ ഇതാ മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നത്. ഈ സംഭവത്തെയും പോലീസ് വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. മേയർ സഞ്ചരിച്ച വാഹനവുമായിട്ട് KSRTC ബസ് തർക്കമുണ്ടായ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടൊരു പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ പുതുതായിട്ട് രൂപീകരിച്ചത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു അന്വേഷണം വ്യാപിപ്പിക്കുവാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മെമ്മറി കാർഡ് ലഭിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ നൽകിയ കേസ് നിലനിൽക്കുമെന്ന് തന്നെയാണ് നിയമകേന്ദ്രങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഓടുന്ന വാഹനത്തിൽ വെച്ചാണ് KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചത് എന്നാണ് ആര്യയും കാറിലൊപ്പമുണ്ടായിരുന്ന സ്ത്രീയുമൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നതിനാൽ അതിന് മറ്റു സാക്ഷികളുടെ ആവശ്യം പോലും നിലവില്ല. ബസ്സിലുള്ളവർ ഈ രംഗം കണ്ടാലും ഇല്ലെങ്കിലും അത് കേസിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അഭിഭാഷകരടക്കം പറയുന്നത്. ബസ് തടയപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളും ആര്യ രാജേന്ദ്രന് അനുകൂലമാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ KSRTC ഡ്രൈവർ മേയറോട് സംസാരിച്ച രീതി ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതും ഡ്രൈവറുടെ വാദം ദുർബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ തനിക്ക് മേയറെയും MLAയെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന ഡ്രൈവറുടെ വാദം അത് പോലീസും വിശ്വസിക്കുന്നില്ല. തിരുവനന്തപുരത്തുള്ള ഡ്രൈവർക്ക് തലസ്ഥാനത്തെ മേയറുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഈ കാലത്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. ഇവിടെയാണ് CPM-ഉം DYFIയും പറയുന്ന രാഷ്ട്രീയ പകയും സംശയം നമ്മൾ ഉന്നയിക്കുന്നത്. പ്രതി BJP അനുകൂല തൊഴിലാളി സംഘടന അംഗമാണെന്ന് വ്യക്തമായതോടെയാണ് പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം അത് ഇടത് സംഘടനകൾ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈ പ്രതിയായിട്ടുള്ള ഡ്രൈവർക്കെതിരെ സമാനമായിട്ടുള്ള കേസുകൾ മുൻപുണ്ടായതും ഇടതുപക്ഷത്തിന് ശരിക്കും പിടിവള്ളിയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്ന സമയത്ത് പ്രതി മുമ്പും അശ്രദ്ധമായി വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയിരുന്നു എന്നിട്ടുള്ള വിവരങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർക്ക് അനുകൂലമായി വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ സംഘടനകൾക്കും ഇത് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് CPM കരുതുന്നത്. 2022-ൽ യദു ഓടിച്ച സ്വകാര്യ ബസ് ഇടിച്ച ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. അന്ന് തമ്പാനൂർ പോലീസ് യദുവിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിനു പുറമെ 2017-ൽ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചതിന് യദുവിനെതിരെ പേരൂർക്കട പോലീസും കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു സംഭവത്തിൽ സ്ത്രീയോട് മോശമായി പെരുമാറിയ കേസിൽ
നേരത്തെ യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ എല്ലാം വ്യക്തമായിട്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾ യദുവിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ് എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്കും ഡ്രൈവർക്കുമെതിരെ ഡിവൈഎഫ്ഐയും ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതാണ് ഈ ഡിവൈഎഫ്ഐയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആഭാസങ്ങൾക്കെതിരെ സ്ത്രീകൾ തന്നെ സ്പോട്ടിൽ പ്രതികരിക്കണമെന്ന് പറയുന്ന നാട്ടിൽ അതിനുവേണ്ടി വാദിക്കുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ തന്നെ ആര്യ രാജേന്ദ്രനെ കടന്നാക്രമിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജ് അടക്കം ചോദിക്കുന്നത്. ഈ ചോദ്യം സൈബർ ഇടങ്ങളിലും ഇപ്പോൾ വൈറലായിട്ടുണ്ട് എന്നതാണ്. മാധ്യമങ്ങളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും നിലപാടുകൾക്കെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി രംഗത്തിറങ്ങിയതോടുകൂടി ഈ സൈബർ ഇടങ്ങൾക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ബസ് ജീവനക്കാരനോട് തട്ടിക്കയറി പ്രശ്നമുണ്ടാക്കിയ മാധ്യമപ്രവർത്തകരുടെ മുൻകാല ചെയ്തികൾ കൂടി ഓർത്തിട്ട് വേണം പ്രതികരിക്കാനെന്ന വിമർശനമാണ് മാധ്യമങ്ങൾക്കെതിരെ ഇടത് പ്രൊഫൈലുകൾ ഉയർത്തുന്നത് എന്നതാണ്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവമാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോട് കൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLAയും മറ്റു കുടുംബാംഗങ്ങളുമൊക്കെ സഞ്ചരിച്ച വാഗണർ എന്ന ചെറിയ വാഹനത്തെ തിരുവനന്തപുരം പട്ടത്തെ പ്ലാമോട് വെച്ച് ഇടിച്ചില്ല എന്നൊരു രീതിയിൽ സൈഡ് ചേർത്ത് വിവാദ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് വാദം. ഞെട്ടൽ നിന്ന് മുക്തരായ കാറിലുണ്ടായിരുന്നവർ തുടർന്ന് ഹോണടിച്ച് KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ശ്രമിക്കുന്നതിനിടയിലാണ് കാറിൻ്റെ പിന്നിലെ സീറ്റിൽ നിന്ന മേയറെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും നോക്കി ഡ്രൈവറായിട്ടുള്ള യദു ലൈംഗിക ചേഷ്ട കാണിച്ചത് എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഡ്രൈവറുടെ അശ്ലീല ആംഗ്യത്തിൽ സ്വാഭാവികമായിട്ടും ഷോക്കായവർ ബസ്സിനെ പിന്തുടരുകയാണ്. അതിനുശേഷമാണ് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ഡിവൈഎഫ്ഐയും പ്രതിപക്ഷ മനോഭാവത്തോടുകൂടെ CPM ഒക്കെ ചോദിക്കുന്നുണ്ട്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ആളിറങ്ങാനുള്ളത് കാരണം ആ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ പിന്നാലെ എത്തിയ മേയറും സംഘവും കാർ ബസ്സിന് മുന്നിൽ പാർക്ക് ചെയ്തിറങ്ങുകയാണ് ചെയ്തത് എന്നാണ് കാറിലുണ്ടായിരുന്നവർ പറയുന്നത്. ഈ വെർഷൻ CPMൻ്റെയും DFIയുടെയും കേട്ടോ. അത് ഡ്രൈവർ ചെയ്ത പ്രവൃത്തി ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്, അല്ലാതെയല്ല. ഓടുന്ന KSRTCക്ക് മുന്നിലേക്ക് വാഗണർ കാർ ഓടിച്ചു കയറ്റി വിലങ്ങിടുകയായിരുന്നില്ല ചെയ്തത് എന്നും പകരം ഒരു ട്രിപ്പും ഇവിടെ മേയറും കുടുംബവും മുടക്കിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. യാത്രക്കാരെ പെരുവഴിയിലാക്കി എന്ന് കലിതുള്ളുന്നവർ KSRTC യാത്ര അവസാനിപ്പിക്കുന്നതിന് 1 കിലോമീറ്റർ അകലെ മാത്രമാണ് ബസ് നിർത്തേണ്ടി വന്നത് എന്നും ഓർത്തുകൊള്ളണമെന്ന് പറയുന്നു. ബസ് യാത്ര അവിടെ അവസാനിപ്പിച്ചതിന് KSRTC അധികൃതരാണ് മറുപടി പറയേണ്ടത് എന്ന് പറയുകയാണ് അവിടെ മേയർ ഉത്തരം പറയേണ്ട. ഇത്തരം ഞരമ്പ് രോഗികളുടെ പെരുമാറ്റം മൂലം എത്ര ബസ്സുകൾ പോലീസ് സ്റ്റേഷനുകളിൽ മണിക്കൂറുകളോളം ഇടേണ്ടി വന്നിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് എന്നാണ് KSRTC പറയുന്നത്. KSRTC ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിച്ച് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടും മേയറും MLAയും ഇവിടെ സ്വീകരിച്ചിട്ടില്ലല്ലോ എന്നും ഡിവൈഎഫ്ഐ ഇടതുപക്ഷമൊക്കെ പറയുന്നുണ്ട്. രാഷ്ട്രീയ പകയുടെ പേരിൽ മാത്രമാണ് അവരെ വേട്ടയാടുന്നത് എന്നാണ് പറയുന്നത്. എന്ത് വേട്ടയാടൽ? എന്താണ് ഇവിടെ സംഭവിക്കുക? അതിനിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തലസ്ഥാനത്ത് മേയർ തടഞ്ഞ KSRTC ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എന്ന് പറയപ്പെടുന്നത് കണ്ടക്ടർ ഈ A റഹീം MPയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു എന്നിപ്പോൾ വിൻസെൻ്റ് MLA പറയുന്നുണ്ട്. അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവറിൽ സംസാരിക്കുമ്പോഴാണ് അത്തരത്തിൽ തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണ് പറഞ്ഞ് അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. മേയറും MLAയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ A റഹീമിനെ വിളിക്കുകയും അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് ലഭിച്ച വിവരമെന്ന് വിൻസെൻ്റ് MLA ആരോപിക്കുന്നുണ്ട്. വിൻസെൻ്റ് ആ ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം പറയുന്നത്. കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണെന്നും വിൻസെൻ്റ് ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് അപ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴാണോ ഇത് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് എന്നും KSRTCയിലെ INTUC ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വിൻസെൻ്റ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അങ്ങനെ. MLAയുടെ ചോദ്യം വളരെ കൃത്യമാണ്. കാരണം സംഭവ ദിവസം ബസ് നിർത്തിയിട്ട ഉടൻ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അടുത്ത ദിവസം 11 മണി വരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ജോലിയിൽ നിന്നും മാറ്റി നിർത്തുകയാണ്.
ബസ് സ്റ്റേഷനിലേക്ക് ഇത് വന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും KSRTCയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് MLAയ്ക്കും മേയർക്കും മാത്രമാണ് എന്ന് പറയേണ്ടി. ഇത് വിൻസെൻറ്റിൻ്റെ വാദമാണ്, കോൺഗ്രസിൻ്റെ നേതാവ്. പക്ഷേ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? KSRTCയിലെ ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങൾ സംബന്ധിച്ച നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളിലും KSRTCയുടെ പരാതി പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത്. ട്രിപ്പ് മുടങ്ങുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കുന്നതും, എന്നിട്ട് ഈ സംഭവത്തിൽ ഒരു പരാതി പോലും കൊടുക്കാത്തത് ഭരണകക്ഷിയിൽപ്പെട്ട MLAയും ഒപ്പം തന്നെ മേയറും ആയതുകൊണ്ട് മാത്രമല്ലേ എന്ന് ചിന്തിക്കണ്ടേ? പോലീസും KSRTC അധികൃതരും പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരുപോലെ കുറ്റം ചെയ്തിരിക്കുകയാണ് എന്നും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് ആരാണ് എന്നും കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇവിടെ ഈ മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള ഈ വിവാദത്തെ ഇടതുപക്ഷവും DYFIയും നേരത്തെ എങ്ങനെയാണ് വളച്ചൊടിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. പാളയം സാഫല്യം കോംപ്ലക്സിൻ്റെ മുമ്പിലേക്ക് എത്തപ്പെടുന്ന ബസ്സിൽ നിന്ന് ആളിറങ്ങാനുള്ളതുകൊണ്ട് അവിടെ നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുന്നിൽ നിന്ന് കുറച്ചു ദൂരം മാറ്റി ഈ മേയറും MLAയും വന്ന വാഗണർ കാറ് ഒതുക്കിയിടുന്നു. അതിനുശേഷം അതിൽ നിന്നിറങ്ങി വളരെ സമചിത്തതയോടുകൂടി എത്തി ഡ്രൈവറോട് എന്തിനാണ് ഇങ്ങനെ ആ അശ്ലീല ആംഗ്യം കാണിച്ചത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഇത്രയും മാന്യരായ ബഹുമാന്യരായ വ്യക്തികളായിരുന്നുവെങ്കിൽ ഈ ഡ്രൈവറിനെ തിരിച്ചെന്തെങ്കിലും ചോദിക്കേണ്ടി വരുമായിരുന്നോ? തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? അതിന് ഈ മേയറല്ല, മുഖ്യമന്ത്രി വിളിച്ചാലും തിരിച്ച് തന്തയ്ക്ക് വിളിക്കുവാൻ നട്ടലുള്ള ആൾക്കാർ നാട്ടിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മേയർക്കെതിരെയോ MLAക്കെതിരെയോ തിരിച്ച് ഒരു ഡ്രൈവർക്കെതിരെയോ സാധാരണ പൗരനെതിരെ ഒരു പ്രജയ്ക്കെതിരെ തന്തയുടെ റോഡാണോ എന്ന് ചോദിച്ചാൽ തിരിച്ച് തന്നെ ചോദിക്കും, നിൻ്റെ തന്തയുടേതാണോ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് യദു ചെയ്തത് തന്നെയാണ്. അതിന് ചിലപ്പോൾ യദുവിൻ്റെ പക്ഷവും ഭാഗവും ഉണ്ടായിരിക്കാം. മേയർ ആയതുകൊണ്ടോ MLA ആയതുകൊണ്ടോ ഇവർക്കാർക്കും കൊമ്പ് കളിക്കുന്നില്ലല്ലോ. എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള ഇടങ്ങളല്ലല്ലോ ഈ പൊതു ഗതാഗത സംവിധാനങ്ങളും പൊതു ഇടങ്ങളും. ഈ പൊതു ഇടത്തിൽ പൊതു റോഡിൽ ഗതാഗത സംവിധാനം തടസ്സപ്പെടുകയും കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മേയറും MLAയും ഇടപെട്ടു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും പറയാനില്ല. 15ഓളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാരെ MLA അടക്കം കയറി നിന്നുകൊണ്ട് ഇറങ്ങിപ്പോകണം, ഈ ബസ്സിന് പോകില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതിനകത്തുള്ള മെമ്മറി കാർഡ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അല്ലാതെ യദു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ ഡ്രൈവറിനെ അന്നേ ദിവസം രാത്രി തന്നെ 11 മണിക്ക് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് പിറ്റേ ദിവസം 11 മണിക്കാണ് പുറത്തേക്ക് വിടുന്നത്. എന്നാലും അതുവരെ അദ്ദേഹം ആ ബസ്സിലേക്ക് തിരികെ കയറിയിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിന് KSRTCയിലേക്ക് തന്നെ പോകേണ്ടി വന്നിട്ടില്ല. കാരണം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയായിരുന്നു മേയറുടെയും MLAയുടെയും ശ്രമഫലമായിട്ട്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ആ യദുവിന് പിന്നെ ഒരിക്കലും ആ ബസ്സിലേക്ക് പോകേണ്ടി വന്നില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം അതിൽ നിന്ന് ആ മെമ്മറി കാർഡ് എടുത്തു മാറ്റുന്നത് എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയിരിക്കുന്നത് MLAയെയും മേയറെയും രക്ഷപ്പെടുത്തുന്നതിന് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുമായി ബന്ധപ്പെട്ടവരും ഇതിനകത്ത് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ തന്നെയായിരിക്കും ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയിട്ടുള്ളത്. കാരണം ഈ യാത്രാ തടസ്സം സൃഷ്ടിക്കുകയും കൃത്യനിർവഹണത്തിൽ ഇടപെടുകയും ചെയ്ത MLAയും മേയറും കാട്ടിക്കൂട്ടിയ വിക്രിയകൾ പൊതുസമൂഹം അറിയാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് എന്ന് ഈ സമൂഹ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ മറ്റു പൊതുമാധ്യമങ്ങളടക്കം പറഞ്ഞാൽ ആ മാധ്യമങ്ങളെ തെറിവിളിക്കേണ്ട ആവശ്യമില്ല. തെണ്ടിത്തരവും ചെറ്റത്തരവും കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ മാന്യന്മാരാണ് എന്ന് പറയപ്പെടുന്നത് ആരാണെങ്കിലും അവർക്കെതിരെ നിയമ നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിൽ കുറഞ്ഞതൊന്നും ആരും അർഹിക്കുന്നില്ല, അംഗീകരിക്കുകയും ചെയ്യില്ല.